let's just revise about what we have studied in our previous classes. Okay, so the topic was development of the tetrapod limb. First figure നമുക്ക് കാണാൻ പറ്റുന്നത് it is the illustration of a chick embryo just prior to limb growth. Okay, so ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മീസോഡെർമൽ പോർഷൻ ആൻഡ് എക്ടോഡെർമൽ പോർഷൻ ആയിരിക്കും. മീസോഡെർമൽ ഫാരൻജിയൽ മീസോഡം വിച്ച് ഈസ് അറൗണ്ട് ദ ഹെഡ് റീജിയൻ. ദെൻ കംസ് ലാറ്ററൽ പ്ലേറ്റ് മീസോഡം, അത് ആൻറ്റീരിയറും ഉണ്ട് പോസ്റ്റീരിയറും ഉണ്ട്. ഓക്കെ, ആൻഡ് ദിസ് വിൽ ബി ദ ഫോർ ലിംബ് ഫീൽഡ്. Then we have discussed about the three axes that have formed in this embryo. They are dorsal ventral axis. Dorsal means knuckles varuna portion, hands inde. Okay, then ventral nu parayunnathu palm varuna region, kayide ulvasham. Then anterior posterior region nu parayunnathu, anterior is the thumb region. Okay, then posterior will be the little finger region. Then comes the proximal distal region. Proximal എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി വോളിനോട് ചേർന്ന് കിടക്കുന്നത്, ലൈക്ക് നമ്മുടെ ഷോൾഡർ അല്ലെങ്കിൽ ഹിപ്പ്. ഓക്കെ, ആൻഡ് ഡിസ്റ്റൽ റീജിയൻ എന്ന് പറയുന്നത് പ്രോക്സിമൽ നിന്നും ദൂരോട്ട് മാറിക്കഴിഞ്ഞാൽ വരുന്നതാണ് ഡിസ്റ്റൽ റീജിയൻ വിച്ച് ഇൻക്ലൂഡ്സ് അവർ ഫിംഗേഴ്സ്. ഓക്കെ, സോ this is the three axes. Then comes the skeletal pattern of human arm. Specifically first figure കാണിച്ചിരിക്കുന്നത് human armന്റെ skeletal pattern ആണ്, which includes stylopod, zygopod and autopod. stylopodൽ ഹ്യൂമറസ് ഉണ്ട്, zygopoഡിൽ ulnar radius, autopodൽ carpals and digits. ഇതിൽ stylopod വരുന്ന റീജിയൻ ആയിരിക്കും proximal end, autopod വരുന്ന റീജിയൻ ആണ് distal end. All right, നെക്സ്റ്റ് നമ്മൾ കണ്ടത് limb bud and limb field, then lateral plate mesoderm and somites. ഓക്കെ, സോ ലിംബ് ബഡിൽ നമ്മൾ കണ്ടായിരുന്നു ഈ ഒരു ഫിഗർ ആയിരുന്നു. ഇവിടെ ലിംബ് ബഡ് നിങ്ങൾ കണ്ടായിരുന്നു, ബൈലാറ്ററൽ ബൾജസ് ആയിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ലിംബ് ഫീൽഡ് കണ്ടു. ലിംബ് ഫീൽഡിൽ ഇത്രയും പോർഷൻസ് ആണ്, ഈ കംപ്ലീറ്റ് പോർഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ലിംബ് ഫീൽഡ്. ഓക്കെ, ദെൻ നമ്മൾ കണ്ടത് ലാറ്ററൽ പ്ലേറ്റ് മീസോഡം ആൻഡ് സൊമൈറ്റ്സ്. ഈ രണ്ട് പോർഷനിൽ നിന്നും, ഓക്കെ, യു ക്യാൻ സീ ഇൻ ദിസ് ഫിഗർ, ലാറ്ററൽ പ്ലേറ്റ് മീസോഡമിൽ നിന്നും സൊമൈറ്റ്സിൽ നിന്നും വരുന്ന മീസൻ കൈമൽ സെൽസ്, ദേ proliferate and helps in the formation of അല്ലെങ്കിൽ initiation of limb bud. After that we discussed about three functional domains which were they. First one will be the progress zone. ഇവിടെ mesenchymal cells ന്റെ continuous proliferation നടക്കുന്നുണ്ട് which helps for the growth of limb bud. Okay, towards distal region. All right, then comes AER which is apical ectodermal ridge. ഇവർ എന്താ ചെയ്യുന്നത്, they will help അല്ലെങ്കിൽ they will send a signal so that the mesenchymal cells in the progress zone proliferates continuously. Okay, ആ ഒരു ഫാക്ടറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ആര്, അപ്പിക്കൽ എക്ടോഡെർമൽ റിഡ്ജ്. ദെൻ കംസ് ദി ZPA which is zone of polarizing activity. ആൻഡ് ഇവിടെ ഡിസ്റ്റൽ ഏരിയനെ അല്ലെങ്കിൽ പ്രോക്സിമൽ ഡിസ്റ്റൽ ഏരിയ ആക്സിസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് AER ആയിരിക്കും. ദെൻ ഈ ഒരു ആൻറ്റീരിയർ പോസ്റ്റീരിയറിനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് മെയിൻ റോളുണ്ട് ZPAക്ക്. ഓക്കെ, limb inductionൽ നമ്മൾ ഫോർ limb inductionും hind limb inductionും ആണ് കണ്ടത്. The factors that help for this initiation അല്ലെങ്കിൽ this process are, in the case of four limb it is retinoic acid and TBX5 along with FGF8. In the hind limbന്റെ initiationൽ the factors which help is PTEX1, TBX4 and islet1 along with FGF8. FGF8 രണ്ടിൻ്റെ കേസിലും എക്ടോഡെർമിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ വി നോ ദാറ്റ് TBX5 ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫോർ ലിംബ് റീജിയൻ, TBX4 ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഹിൻഡ് ലിംബ് റീജിയൻ. ഓക്കെ, ഈ FGF നമ്മൾ ഈ രണ്ട് റീജിയൻ്റെ ഇടയ്ക്കാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദ സ്പെസിഫിക് ഏരിയ ഓഫ് FGF അല്ലെങ്കിൽ FGFൻ്റെ ഒരു പോർഷൻ ഇൻട്രാക്ട്സ് വിത്ത് TBX5 റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫോർ ലിംബ്, ആൻഡ് ദ അതർ പോർഷൻ ഓഫ് FGF റിയാക്ടിങ് വിത്ത് TBX4 റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹിൻഡ് ലിംബ്. ഓക്കെ, ഈ എക്സ്പെരിമെൻറ്റിൽ കാണിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് AER ആണ്. ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ mesenchyme cells along with AER is required for the formation of limb formation. ഫോർ limb mesenchyme ആണുള്ളതെങ്കിൽ we will get four limb, and hind limb mesenchyme ആണ് AERന്റെ അടിയിലുള്ളതെങ്കിൽ we will get hind limb. Then comes the relation between proximal distal specification of limb and age of the progress zone. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ക്ലിയർ ആണ്, യങ് പ്രോഗ്രസ് സോൺ മീസൻകൈം സെൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ വി വിൽ ഗെറ്റ് കംപ്ലീറ്റ് പ്രോക്സിമൽ ടു ഡിസ്റ്റൽ ആക്സിസ്, അല്ലെങ്കിൽ സ്റ്റൈലോപോഡ്, zygopoഡ് ആൻഡ് ഓട്ടോപോഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓൾഡ് പ്രോഗ്രസ് സോൺ മീസൻകൈം സെൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ വി വിൽ ഓൺലി ഗെറ്റ് ദ ഓട്ടോപോഡ് സെക്ഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൽ പോർഷൻ മാത്രമായിരിക്കും കിട്ടുക. മോർ സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ പ്രോക്സിമൽ ഡിസ്റ്റൽ ആക്സിസ് ഫോം ചെയ്യില്ല, അതിൻ്റെ
ലേറ്റർ സ്റ്റേജിൽ അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റേജിൽ ആരാണ് ഫോം ചെയ്യുന്നത്? ആക്ച്വലി ഡിസ്റ്റലിൽ കിടക്കുന്ന ആ ഒരു പോർഷൻ അല്ലേ. സോ ദാറ്റ് പോർഷൻ വിൽ ഫോം വെൻ വി യൂസ് ഓൾഡ് പ്രോഗ്രസ് സോൺ മീസൻകൈം സെൽസ്. ദെൻ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലെ നമ്മൾ കണ്ടത് ഗ്രേഡിയന്റ് മോഡൽ ഓഫ് ലിംബ് പാറ്റേണിംഗ് ആണ്. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ കോൺസെൻട്രേഷൻ ഓഫ് റെറ്റിനോയിക് ആസിഡ് ഈസ് ഗ്രേറ്റർ ഇൻ proximal side and FGF8 ന്റെ കോൺസെൻട്രേഷൻ ഈസ് ഗ്രേറ്റർ ഇൻ ഡിസ്റ്റൽ സൈഡ്. ഈ ഒരു ഗ്രേഡിയന്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? വി നോ റെറ്റിനോയിക് ആസിഡ് പ്രോക്സിമലിലാണ് കൂടുതൽ. റെറ്റിനോയിക് ആസിഡിന്റെ ഒരു എക്സ്പ്രഷൻ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഹോക്സ് ജീൻസ്. ഓക്കെ, ഇനി പ്രോക്സിമലിൽ റെറ്റിനോയിക് ആസിഡ് ഇൻഹിബിറ്റ്സ് FGF by the action of MEIS1, MEIS2 genes. In the distal side, the expression of FGF inhibits retinoic acid by activating a protein which is CYP26B1. Okay, ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ടോപ്പിക്സ് that include Hox genes and how it specifies each limb. That is stylopod, zygopod and autopod. അതിനുശേഷം നമ്മൾ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് ഫോർമേഷൻ കാണും. ദെൻ ഡോർസൽ വെൻട്രൽ ആക്സിസ് ഫോർമേഷൻ കാണും. ഓക്കെ, അതിനുശേഷം ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ട് ബിറ്റ്വീൻ AER and ZPA. After that we will look about the BMP. BMP is the bone morphogenetic protein. It is required for the apoptosis between limbs. കാരണം നമ്മളുടെ വിരലുകൾ സെപ്പറേറ്റഡ് ആയിട്ട് ഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള സെൽസിൻ്റെ ഒക്കെ അപ്പോപ്റ്റോസിസ് നടക്കണം. സോ ഇൻ ദാറ്റ് കേസ് BMP ഈസ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാനുള്ളത്. ഓക്കെ, ഹോക്സ് ജീൻ സ്പെസിഫിക്കേഷൻ ഓഫ് ലിംബ് സ്കെൽട്ടൻ ഐഡന്റിറ്റി. നമുക്കറിയാം ഹോമിയോബോക്സ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഹോക്സ് ജീൻസ്. They play an essential role in specifying whether a particular mesenchymal cell will become stylopod, zygopod or autopod. So from this it is clear that Hox genes ആണ് തീരുമാനിക്കുന്നത് stylopod എപ്പോൾ എവിടെ ഫോം ചെയ്യണം, zygopod എവിടെ ഫോം ചെയ്യണം and autopod എവിടെ ഫോം ചെയ്യണം എന്നുള്ളത്. We have different Hox paralog group. What is paralog and what is ortholog? Paralog എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if we are studying different proteins in the same species, then such and then that is called as paralog groups. Okay, and if we are studying same protein in different species, then such that is known as ortholog. Okay, ഇവിടെ ഫോർലിംബിന്റെ ഫോർമേഷനിൽ we have Hox 9 to Hox 13 വരെ ജീൻസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഹിൻലിംബിന്റെ കേസിലാണെങ്കിൽ 9 ഇല്ല, പക്ഷെ 10, 11, 12, 13 ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഹോക്സ് ജീൻസ്. ഓക്കെ, സ്റ്റൈലോപോഡിന്റെ ഫോർമേഷനിൽ ദർ ഇസ് ഇൻവോൾവ്മെന്റ് ഓഫ് ഹോക്സ് 9 and 10, zygopoഡിൽ ഹോക്സ് 11, ഓട്ടോപോഡിൽ ഹോക്സ് 12 and 13. In the case of hinlimb, for forming stylopod, there is only the involvement of Hox 10. Zygopodil Hox 11, autopod formation Hox 12 and 13 are involved. ഇനി ഇത് നമ്മൾ പഠിച്ചത് ആക്ച്വലി എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടാണ്. എന്ത് എക്സ്പെരിമെന്റ്സ് ആണ് ചെയ്തത്? മ്യൂട്ടേഷൻ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ഇനി വാട്ട് ഹാപ്പൻസ് ഇഫ് സം ഓഫ് ദ ജീൻസ് ആർ മ്യൂട്ടേറ്റഡ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് കണ്ടോ, ഈ ഒരു ഫിഗർ ഡി. ഓക്കെ, ഫിഗർ ഡിയിൽ നമുക്ക് കാണുന്നത് പോളിഡക്ടൈൽ സിൻഡ്രോം ആണ്. പോളിഡക്ടൈൽ സിൻഡ്രോം, വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? ഇവിടെ പോളിഡക്ടൈൽ സിൻഡ്രോമിൽ ദർ ഈസ് എ ഡിലീഷൻ ഓഫ് ഹോക്സ് 13. ഓക്കെ, ഹോക്സ് 13 ജീൻ ആണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓട്ടോപോഡിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഓട്ടോപോഡ് അല്ലെങ്കിൽ നമ്മുടെ വിരലുകൾ ഡിജിറ്റ്സ് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് ഹോക്സ് 13. ഹോക്സ് 13 ഇവിടെ മ്യൂട്ടേറ്റഡ് ആണെങ്കിൽ ആസ് എ റിസൾട്ട് സംഭവിക്കുന്നത് നമുക്ക് ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഫിംഗേഴ്സ് ആയിരിക്കും കിട്ടുക അല്ലെങ്കിൽ. ഓക്കെ, ഇനി ഈ ഒരു ഫിഗർ സി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യു ക്യാൻ സി ദാറ്റ് ഹോക്സ് A11, ഹോക്സ് D11 എന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഹോക്സ് 11 ജനറലി പറഞ്ഞാൽ മതി. ഓക്കെ, ഹോക്സ് 11 ഡെഫിഷ്യന്റ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കി. ഇവിടെ ഹോക്സ് 11 ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് zygopoഡ്. ഓക്കെ, ദിസ് ഈസ് ദ വൈൽഡ് ടൈപ്പ്. വൈൽഡ് ടൈപ്പിൽ സ്റ്റൈലോപോഡ്, zygopoഡ് ആൻഡ് ഓട്ടോപോഡ് ഇവിടെ ഉണ്ട്. ഹോക്സ് 11 ഡെഫിഷ്യന്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പറഞ്ഞിരിക്കുന്ന zygopoഡ് ഫോം ചെയ്യത്തില്ല, അൾനാ റേഡിയസ് ഫോം ചെയ്യത്തില്ല. കണ്ടോ, ഇവിടെ ഒരു സ്റ്റൈലോപോഡും ഓട്ടോപോഡും മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ മ്യൂട്ടേഷൻ സ്റ്റഡീസിലൂടെയാണ് ഓരോ ജീൻസിന്റെയും ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്. സോ നെക്സ്റ്റ് ഇസ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദി ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ്. ചിക്കന്റെ കേസിൽ ഈ ആക്സിസ് സ്പെസിഫൈ ആകുന്നത്
It is shortly before a limb but is recognizable. Who helps in this anterior posterior axis specification? That is ZPA. ഈ ZPA നമ്മൾ ഫങ്ഷണൽ ഡൊമൈൻസിന്റെ അണ്ടറിൽ കണ്ടതാണ്. വാട്ട് ഈസ് ZPA or zone of polarizing activity? It is the small block of mesodermal tissue. എവിടെയാണ് ഇവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നിയർ ദ പോസ്റ്റീരിയർ ജംഗ്ഷൻ ഓഫ് ദി യങ് ലിംബഡ് ആൻഡ് ദ ബോഡി വാൾ. ഓക്കെ, സോ ZPA ആണ് ഇതിന് ഈ ഒരു സ്പെസിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി ഹൗ ദിസ് സോൺ ഓഫ് പോളറൈസിംഗ് ആക്ടിവിറ്റി ഹെൽപ്സ് ഇൻ ദിസ് പ്രോസസ്? ഈ സോൺ ഓഫ് പോളറൈസിംഗ് ആക്ടിവിറ്റിയിൽ ദർ ഈസ് എ സ്പെസിഫിക് പ്രോട്ടീൻ termed as sonic hedgehog or SHH. Okay, this is homologous to Drosophila hedgehog gene. ഇനി സോണിക് ഹെഡ്ജോഗിന്റെ പ്രത്യേകത നമ്മൾ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് സ്പെസിഫിക്കലി ഇൻ ZPA. അതാണ് ഇവരുടെ മെയിൻ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ദ റോൾ ഓഫ് ZPA നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ബൈ ആൻ എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്തത് നോർമലി ZPA എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഓൺ ദ പോസ്റ്റീരിയർ സൈഡ് അല്ലേ? സോ നമ്മൾ ചെയ്തത് വി ട്രാൻസ്ഫേർഡ് എ ZPA, a normal ZPA from the posterior side and transplanted it to another limbud. അതിന്റെ another limbudന്റെ anterior സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ആസ് എ റിസൾട്ട് നമുക്ക് കിട്ടിയത് നോർമലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ദിസ് ഈസ് ദ പോസ്റ്റീരിയർ സൈഡ് ആൻഡ് ദിസ് ഈസ് ദി ആന്റീരിയർ സൈഡ്. ആക്ച്വൽ ഡെവലപ്മെന്റിൽ എന്താ വരിക? പോസ്റ്റീരിയർ സൈഡിൽ നമ്മുടെ ലിറ്റിൽ ഫിംഗർ ആണ് വരേണ്ടിയിരുന്നത് അല്ലേ? ആൻഡ് ആന്റീരിയർ സൈഡിൽ തംബ് ഫിംഗർ ആണ് വരേണ്ടിയിരുന്നത്. ബട്ട് ഡ്യൂ ടു ദിസ് എക്സ്പെരിമെന്റ് നമ്മൾ ZPA ആന്റീരിയറിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ ZPA വെക്കുന്നിടത്ത് ഉറപ്പായിട്ടും തംബ് ആയിരിക്കും വരുന്നത്, ബിക്കോസ് ഓഫ് ദി ആക്ഷൻ ഓഫ് സോണിക് ഹെഡ്ജോഗ് ജീൻ ഇൻ ദ ZPA. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. സോ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്ത് നോക്കിയേ, നമ്മൾക്ക് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡിജിറ്റ്സ് ആണ് കിട്ടിയത്. ഓക്കെ, സോ ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ZPA സ്പെസിഫിക്കലി പോസ്റ്റീരിയർ ആക്സിസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. ZPA ഇല്ലാത്ത റീജിയൻ ആന്റീരിയർ സൈഡായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ റിസൾട്ട് അല്ലെങ്കിൽ ആസ് എൻ ഔട്ട്കം ഓഫ് ദിസ് പെർട്ടിക്കുലർ എക്സ്പെരിമെന്റ് നമുക്ക് കിട്ടുന്നത് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഓൺ ദ റിസൾട്ടിംഗ് വിങ്, ചിക്കംബ്രി അല്ല നോക്കുന്നത്, അതുകൊണ്ടാണ് വിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈസ് ഡബിൾഡ് അല്ലെങ്കിൽ മിറർ ഇമേജസ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, നോർമലി വരുന്ന നമ്മുടെ ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഫിംഗേഴ്സ് അതിന് മിറർ ഇമേജസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ആ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ സാധിക്കും. ഓക്കെ, നോക്കിക്കോളൂ, ഇവിടെ കണ്ടോ, ഇതൊരു മിറർ ഇമേജ് ആയിട്ടാണ് ഈ ഡ്യൂപ്ലിക്കേറ്റഡ് വിങ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റഡ് ലിംബ് ഫോം ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ്, എങ്ങനെയാണ് സോണിക് ഹെഡ്ജോഗ് ഈസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ്? നമ്മൾ പറഞ്ഞു ZPA ആണ് പോസ്റ്റീരിയർ സൈഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് ZPAയിലുള്ള SHH അല്ലെങ്കിൽ സോണിക് ഹെഡ്ജോഗ് ജീൻ ആണ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ അല്ലെങ്കിൽ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ദിസ് ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ്. ഇനി ഇത് എങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം? സോ SHH എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ മോർഫോജൻ. ഇനി മോർഫോജൻ എന്താണ്? മോർഫോജൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രേഡിയന്റ് അനുസരിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മോർഫോജന്റെ കോൺസെൻട്രേഷൻ വളരെ ഹൈ ആണെങ്കിൽ ദേ വിൽ എക്സിബിറ്റ് എ പെർട്ടിക്കുലർ എക്സ്പ്രഷൻ. ഈ മോർഫോജന്റെ കോൺസെൻട്രേഷൻ വളരെ ലോ ആണെങ്കിൽ അവിടെ വേറൊരു എക്സ്പ്രഷൻ ആയിരിക്കും കിട്ടുന്നത്. ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലുള്ള മോർഫോജൻ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ അവിടെ വേറൊരു ലെവൽ ഓഫ് എക്സ്പ്രഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദിസ് ഫിഗർ. സോ ഈ ഫിഗറിൽ ജസ്റ്റ് നോക്കുക, മെയിൻലി ഡിജിറ്റ്സ് 5 and 4 എന്ന് പറയുന്നത് നമ്മളുടെ ലിറ്റിൽ ഫിംഗറും റിംഗ് ഫിംഗറുമാണ്. ഓക്കെ, ദിസ് സൈഡ് വിൽ ബി ദ പോസ്റ്റീരിയർ സൈഡ്, ദിസ് സൈഡ് വിൽ ബി ദി ആന്റീരിയർ സൈഡ്. നമ്മൾക്കറിയാം SHH എവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? പോസ്റ്റീരിയർ സൈഡിൽ. സോ ഡിജിറ്റ് 4ലും 5ലും SHHന്റെ എക്സ്പ്രഷൻ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഹയർ ലെവലിലുള്ള അല്ലെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ SHH കാണും. അതാണ് ഡിജിറ്റ്സ് 5 and 4ൽ. ഇനി ഡിജിറ്റ് 3ൽ എന്താണ്? ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് എക്സ്പ്രഷൻ ആണ് കാണപ്പെടുന്നത്. ഓക്കെ, ആൻഡ് അതിനുശേഷമുള്ളത് ഡിജിറ്റ് 2, അതിൽ ലോ ലെവൽ ഓഫ് SHH കോൺസെൻട്രേഷൻ ആണുള്ളത്. ഇനി ഫിഗർ 1ൽ SHHന്റെ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു നിൽ. Okay, so the concentration gradient of SHH will decrease when we move from posterior to the anterior side. Okay,
സോ ഈ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് ഈ ഡിഫറെന്റ് ഡിജിറ്റ്സ് ഫോർമേഷൻ അല്ലെങ്കിൽ ഈ പോസ്റ്റീരിയർ ആന്റീരിയർ ആക്സിസ് ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു SHHന്റെ എക്സ്പ്രഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോർമലി നമ്മൾ ലിംസ് ഡെവലപ്പ് ചെയ്യേണ്ട ഈ ഒരു രീതിക്കാണ് അല്ലേ. ആന്റീരിയർ സൈഡിൽ തമ്പ് വരും, പോസ്റ്റീരിയർ സൈഡിൽ ലിറ്റിൽ ഫിംഗർ വരും. നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു തമ്പ് റീജിയൻ വരേണ്ട സ്ഥാനത്ത് വി പ്ലേസ്ഡ് SHH. ആസ് എ റിസൾട്ട് നമ്മൾക്ക് എക്സ്ട്രാ ഡിജിറ്റ്സ് ഫോം ചെയ്തു. തമ്പ് വരേണ്ടടുത്ത് എക്സ്ട്രാ ഡിജിറ്റ്സ് ഫോം ചെയ്തു, ലൈക്ക് പോസ്റ്റീരിയർ സൈഡിലുള്ള ഡിജിറ്റ്സ് അല്ലേ. സോ ഈ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. ഈ ഒരു കുട്ടിയുടെ ഹാൻഡ്സിലും കണ്ടിരിക്കുന്ന ഇതാണ്. ഇവിടെ SHH ജീനിന്റെ എക്സ്ട്രാ ഒരു ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട് ഈ ഒരു തമ്പ് വരേണ്ടിയിരുന്ന റീജിയനിൽ. ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് എക്സ്ട്രാ ഡിജിറ്റ്സ്. So this is the developing limbus and this side is the anterior side, this side will be the posterior side. നമ്മൾ കണ്ടു SHH എവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, in the ZPA region. ZPA region is seen towards the posterior side of the limbus. Okay, so ഇവിടെ നമ്മൾക്ക് we know that in the AER region which is apical ectodermal ridge ഇവിടെ FGF8 ന്റെ എക്സ്പ്രഷൻ ഉണ്ട്. Okay, so the FGF8 will help in the expression of SHH in the posterior zone. എങ്ങനെ? ബൈ ഇൻഹിബിറ്റിംഗ് ETV4 ആൻഡ് ETV5. ഓക്കെ, ആക്ച്വലി ETV4 ആൻഡ് 5 ഇവർ ചെയ്യുന്നത് എന്താണ്? ദേ വിൽ ഇൻഹിബിറ്റ് SHH. ഓൾ റൈറ്റ്, സോ പോസ്റ്റീരിയർ സൈഡിൽ FGF8 വിൽ ഇൻഹിബിറ്റ് ETV4 ആൻഡ് 5 സോ ദാറ്റ് ദിസ് ക്യാൻ ആക്ടിവേറ്റ് SHH. ഓക്കെ, ഇനി ആന്റീരിയർ സൈഡിൽ എങ്ങനെയാണ് വരുന്നത്? ആന്റീരിയർ സൈഡിൽ ഇവിടെ ETV4 ആൻഡ് 5 ദേ വിൽ ഇൻഹിബിറ്റ് ദി SHH. ഓക്കെ, കാരണം ഇവിടെ ഒരു ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഇൻഹിബിറ്ററി പ്രോസസ്സ് ആന്റീരിയർ സൈഡിൽ ഇല്ല. ഓക്കെ, സോ ദെയർഫോർ ആന്റീരിയർ സൈഡിൽ SHH ഈസ് റിപ്രസ്ഡ് ബട്ട് പോസ്റ്റീരിയർ സൈഡിൽ SHH ഈസ് എക്സ്പ്രസ്ഡ്. ഇനി എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത്? ഡ്യൂ ടു ദിസ് എക്സ്പ്രഷൻ ആൻഡ് റിപ്രഷൻ അറ്റ് ദി പോസ്റ്റീരിയർ ആൻഡ് ആന്റീരിയർ സൈഡ് റെസ്പെക്റ്റീവ്ലി ഒരു ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയാണ് SHHന്റെ എക്സ്പ്രഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് പെർട്ടിക്കുലർ ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ്? അതിനു മുൻപ് വി ഹാവ് ടു നോ ദാറ്റ് ദിസ് റീജിയൻ വിൽ ബി ദി AER and AER is actually responsible for the formation of the three axes which are the anterior, posterior, proximal distal and dorsal ventral. Okay, but AERന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് it is in the formation of proximal distal. All right, and ഇനി നമ്മൾ SHHന്റെ കേസ് പറയുവാണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടായിരുന്നു FGF8 activates the expression of SHH. എങ്ങനെ? by the inhibition of ETV4 and 5. ഇനി പിന്നെ ഫർദർ ഈ പോസ്റ്റീരിയർ ആക്സിസിലുള്ള SHH എന്താണ് ചെയ്യുന്നത്? they will recruit gremlin protein. gremlin എന്താ ചെയ്യുക? they will inhibit BMP. BMP എന്ന് പറയുന്നത് it is bone morphogenetic protein. ഓക്കെ, ഈ BMP എന്ന് പറയുന്നത് it occurs all over everywhere in the mesodermal tissue. ആൻഡ് BMPയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് they will inhibit FGF8. FGF8നെ ഇൻഹിബിറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? AERന്റെ ഫോർമേഷൻ അവിടെ നടക്കത്തില്ല. ആസ് എ റിസൾട്ട് ലിംബ് ബട്ട് ഫോർമേഷൻ പ്രോപ്പർലി നടക്കത്തില്ല. ലിംബ് ഡെവലപ്മെന്റ് സീസായി പോകാൻ വരെ സാധ്യതയുണ്ട്. ഓൾ റൈറ്റ്, സോ ദ എക്സ്പ്രഷൻ ഓഫ് BMP ഷുഡ് ബി ഇൻഹിബിറ്റഡ് അല്ലെങ്കിൽ റിപ്രസ്ഡ്. ആര് റിപ്രസ് ചെയ്യും? ഗ്രെംലിൻ പ്രോട്ടീൻ ആണ് അതിനെ റിപ്രസ് ചെയ്യുന്നത്. ഓക്കെ, so by following all this process we will get posterior axis and anterior axis അതുപോലെ തന്നെ proximal distal axis. അപ്പോൾ ഇപ്പോൾ നമ്മൾ formation of two axes have been discussed till now. So next is the generating the dorsal ventral axis. നമുക്കറിയാം dorsal axis എന്ന് പറയുന്നത് knuckles വരുന്ന പോർഷൻ ആണ് ആൻഡ് വെൻട്രൽ ആക്സിസ് എന്ന് പറയുന്നത് പാം പോർഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് ഡോർസൽ വെൻട്രൽ ആക്സിസ് സ്പെസിഫിക്കേഷൻ there is an important gene which is WNT7A. WNT7A എവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? it is expressed in the dorsal side only, not in the ventral side. Okay, then after that സംഭവിക്കുന്നത് WNT7A, this induces the activation of LMX1B. it is also known as LIM1. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. LMX1Bനെ ആര് ആക്ടിവേറ്റ് ചെയ്യിക്കും? WNT7A. എവിടെയാണ് ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്? ഡോർസൽ സൈഡിലായിരിക്കും. ആൻഡ് WNT7A ഒരിക്കലും വെൻട്രൽ സൈഡിൽ കാണപ്പെടുന്നില്ല. സോ ബിക്കോസ് ഓഫ് ദി ആക്ടിവിറ്റി ഓഫ് ദീസ് ടു ജീൻസ് ഡോർസൽ സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് വെൻട്രൽ സൈഡിന്റെ ഫോർമേഷൻ വരുന്നത്? ഓക്കെ, വെൻട്രൽ സൈഡിൽ വി റിക്വയർ എൻഗ്രിയൽഡ് 1 ആൻഡ് BMP. ഓക്കെ, അതായത് ഇവിടെ ഒരു എക്ടോഡെർമൽ പോർഷനിൽ എൻഗ്രിയൽഡ് 1 ഉണ്ട്. ദിസ് ഈസ് ആക്ടിവേറ്റഡ് ബൈ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ബൈ BMP. അങ്ങനെയാണ് ഇവിടെ ഒരു വെൻട്രൽ സൈഡ് അല്ലെങ്കിൽ വെൻട്രൽ ഫേറ്റ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ വെന്റ്
അല്ലെങ്കിൽ WNT7A റിമൂവ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്നത് വെൻട്രൽ സൈഡ് തന്നെയായിരിക്കും. ഓർ അതുപോലെ നമ്മൾ ഇവിടുന്ന് എൻഗ്രിയൽഡ് 1 അല്ലെങ്കിൽ BMP ഇവിടുന്ന് നമ്മൾ നോക്കൌട്ട് ചെയ്ത് കളയുവാണെങ്കിൽ ഇവിടെ ഇതുപോലെ വെൻട്രൽ സൈഡ് ഫോം ചെയ്യത്തില്ല, പകരം ഡോർസൽ സൈഡ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്. ഡോർസൽ സൈഡിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് വി റിക്വയർ ബോത്ത് WNT7A and LMX1B. ഫോർ ദ ഫോർമേഷൻ ഓഫ് വെൻട്രൽ സൈഡ് we require both BMP and engrilled 1. Okay, പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉള്ളത് WNT7A it is also needed for the anterior posterior axis. അതിൻ്റെ ഒരു ഫിഗറിൻ്റെ അകത്ത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസിൽ WNT7Aയ്ക്കും റോളുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന AER apical ectodermal ridge it have role in the formation of all the three axes, which are they are dorsal ventral axis, proximal distal axis and anterior posterior axis. BMP യുടെ കേസ് പറഞ്ഞു, ആക്ച്വലി BMP എപ്പോഴും അവരുടെ ഒരു എക്സ്പ്രഷൻ കാണിക്കുന്നത് അല്ലെങ്കിൽ BMP is expressed towards the end of the limb formation. കാരണം ലിംബ് ഡിസ്റ്റലി ലിംബിന്റെ കംപ്ലീറ്റ് ഫോർമേഷൻ നടന്നതിന് ശേഷം BMP വന്ന് ആക്ട് ചെയ്താലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ബിക്കോസ് BMP is responsible for the apoptosis. Okay. And the next topic will be the cell death and formation of digits and joints. നമുക്കറിയാം ഇവിടെ നമ്മുടെ ഫിംഗേഴ്സ് ഫോം ചെയ്യണമെങ്കിൽ നമുക്കറിയാം ലിംബ് ബഡ് ഫോം ചെയ്യുമ്പോൾ ആക്ച്വലി അതൊരു ഹോൾ സെൽ ഓഫ് മാസ് ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് നമ്മൾ കണ്ടായിരുന്നു ഇതൊരു ബോഡി വാൾ ആണെങ്കിൽ അവിടെ നിന്ന് ലിംബ് ബഡ് ഫോം ചെയ്യുന്നത് ഈ ഒരു രീതിക്കായിരിക്കും അല്ലേ. നമുക്ക് ഫിംഗേഴ്സ് വരണമെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോപ്ടോസിസ് നടന്നിട്ട് സെൽസ് അവിടെ ഒരു സെപ്പറേഷൻ നടക്കും, എന്നാൽ മാത്രമേ നമ്മുടെ ഫിംഗേഴ്സ് സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടുകയുള്ളൂ. സോ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് വെൻ ദ ഡെവലപ്മെന്റ് റീച്ചസ് ടുവേർഡ്സ് ഇറ്റ്സ് എൻഡ്. ഓൾ റൈറ്റ്. സോ ആ ഒരു സെൽ ഡെത്ത് നടക്കുന്നത് ബൈ ദ പ്രോസസ് ഓഫ് അപ്പോപ്ടോസിസ്. ആൻഡ് വാട്ട് ഈസ് അപ്പോപ്ടോസിസ്? ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് എ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് ആൻഡ് ഇറ്റ് പ്ലേസ് എ റോൾ ഇൻ സ്കൾപ്റ്റിംഗ് ദ ടെട്രാപോഡ് ലിംബ്. Okay, and cell death is essential if our joints are to form and if our fingers are to become separated. So joints formation വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫിംഗേഴ്സ് സെപ്പറേറ്റഡ് ആകാൻ വേണ്ടിയിട്ടും എന്താണ് എസെൻഷ്യൽ? അപ്പോപ്ടോസിസ് എസെൻഷ്യൽ ആണ്. ഓൾ റൈറ്റ്. ആൻഡ് നമ്മൾക്ക് ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഏതൊക്കെ റീജിയനിലാണ് അപ്പോപ്ടോസിസ് നടക്കുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദാറ്റ് ഇവിടെ നമ്മൾ 4 സോൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്റർ ഡിജിറ്റൽ നെക്രോട്ടിക് സോൺ, ഇന്റീരിയർ നെക്രോട്ടിക് സോൺ, ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ നെക്രോട്ടിക് സോൺ. നെക്രോട്ടിക് സോൺ എന്ന് പറയാൻ കാരണം ഇപ്പൊ നിങ്ങൾ അപ്പോപ്ടോസിസും നെക്രോസിസും പഠിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ പറയും അപ്പോപ്ടോസിസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് ആണ്. നെക്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഡെത്ത് ഡ്യൂ ടു സം ഇഞ്ചുറി ഓർ എനി ആക്സിഡന്റ്. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ച ടൈമിൽ അപ്പോപ്ടോസിസിനെയും നെക്രോസിസിനെയും സെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നെക്രോട്ടിക് സോൺ എന്നുള്ളൊരു ടെർമിനോളജി വന്നത്. ഓക്കെ, ബട്ട് ആക്ച്വലി ഇവിടെ അപ്പോപ്ടോസിസ് ആണ് നടക്കുന്നത്. ഇനി ഏതാണ് ഈ 4 സോൺസ് എന്ന് നോക്കാം. ഇന്റർ ഡിജിറ്റൽ നെക്രോട്ടിക് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സോൺ ബിറ്റ്വീൻ അവർ ഡിജിറ്റ്സ് അല്ലെങ്കിൽ ബിറ്റ്വീൻ അവർ ഫിംഗേഴ്സ്. ഓക്കെ, ഇനി ഇന്റീരിയർ നെക്രോട്ടിക് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സോൺ ബിറ്റ്വീൻ അവർ അൾന ആൻഡ് റേഡിയസ്. ഓക്കെ, ദെൻ ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ നെക്രോട്ടിക് സോൺ. ആന്റീരിയർ നെക്രോട്ടിക് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തം ഫിംഗറിന്റെ സൈഡിലുള്ള പോർഷൻ. ഓക്കെ, പോസ്റ്റീരിയർ സോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിറ്റിൽ ഫിംഗറിന്റെ സൈഡിലുള്ള പോർഷൻ. ഈ ഒരു ഇത്രയും ഒരു സെൽ ഡെത്ത് അല്ലെങ്കിൽ അപ്പോപ്ടോസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ലിംബിന് പ്രോപ്പർ ഷേപ്പ് ആൻഡ് സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ സിഗ്നൽ ഫോർ ദി അപ്പോപ്ടോസിസ്? ഇത് ഓട്ടോപോഡിലാണ് നടക്കുന്നത്. ഓക്കെ, കാരണം ഓട്ടോപോഡിലാണല്ലോ നമ്മുടെ ഫിംഗേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി വാട്ട് ഈസ് ദ സിഗ്നൽ ഫോർ അപ്പോപ്ടോസിസ്? ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ BMP പ്രോട്ടീൻസ്. ഓക്കെ, BMP പ്രോട്ടീൻസ് ആണ് ഈ ഒരു അപ്പോപ്ടോസിസിനുള്ള സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, BMP it have 2 functions. First one is the differentiation of cells and second will be the apoptosis. ഇനി BMP അപ്പോപ്ടോസിസിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ നടന്ന് കാർട്ടിലേജ് ഫോർമേഷനിലേക്ക് പോകുമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഇറ്റ് ഗെറ്റ്. ഇഫ് BMPക്ക് FGF ആണ് കിട്ടുന്നതെങ്കിൽ, FGF എന്ന് പറയുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ വിച്ച് ഈസ് കമ്മിങ് ഫ്രോം ദി AER വിച്ച് ഈസ് അപ്പിക്കൽ എക്ടോഡെർമൽ റിഡ്ജ്. സോ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ആക്ടിവേറ്റ് ഡിക് ഓഫ് പ്രോട്ടീൻ. ഓക്കെ, ഡിക് ഓഫ് 1 ആക്ടിവേറ്റ് ചെയ്യിക്കും വിച്ച് വിൽ ലീഡ്സ് ടു അപ്പോപ്ടോസിസ്. ഇനി ഈ BMPയിലേക്ക് WNT പ്രോട്ടീൻ ആണ് വരുന്നതെങ്കിൽ, WNT വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ദ ഡിഫറൻസിയേഷൻ. ദാറ്റ് മീൻസ് കാർട്ടിലേജ് ഫോർമേഷനിലേക്ക് പോകും. ഓക്കെ, സോ നമ്മൾക്ക് ഈ ഒരു റീജിയനാണ് ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ളത്. ഇവിടെ
നോക്കിയാൽ അറിയാം BMP when interacted with FGF activates dick of protein. Dick of protein will inhibit WNT so that further differentiation will not occur. അതിന് പകരം they will go into apoptosis. ഇങ്ങനെയാണ് നമ്മളുടെ limb formation complete ആവുന്നത്. Okay. So now we have completed our topic regarding the development of tetrapod limb and axis formations involve ചെയ്തിട്ടുള്ള proteins എല്ലാം നമ്മൾ കണ്ടു. Okay.